30 രൂപ വെച്ചിട്ടുണ്ടാക്കിയൊരു കേക്കാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അതെ, ഞാൻ ആദ്യമായിട്ടൊരു കേക്ക് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഓറിയോയുടെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, 30 രൂപയുടെ ആ പാക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പം നമ്മുടെ ഓറിയോയുടെ ബിസ്ക്കറ്റ് നമ്മളെല്ലാം എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ആദ്യം വേണ്ടത്. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഏത് വേണേലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഏതാ കയ്യിലുള്ള വെച്ചാൽ കുറച്ചിട്ടാൽ മതി, കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്ത ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പാലായിരുന്നു. പക്ഷെ പാല് ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ ക്യാപ്ചറായി പോയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇതിലില്ല കേട്ടോ. അപ്പോൾ എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലൊരു ടെക്സ്ചർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ട് ഇനി നമുക്കൊരു പാത്രമാണ് വേണ്ടത്. നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിനൊരു വട്ടപ്പാത്രം പോലത്തെ ഉള്ളത് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനൊരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബട്ടറോ നെയ്യോ ഏതാ ഉള്ളത് വെച്ചാൽ അതൊന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. മൊത്തം നന്നായിട്ടൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കുക്കറിലോ ചീനച്ചട്ടിയിലോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇത് ഏത് ബിഗിനേഴ്സിനും വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് ഈ മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് ബബിൾസ് ഒക്കെ പോകുന്നത് പോലെ നന്നായിട്ട് തട്ടി കൊടുത്തിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ കുക്കർ അങ്ങോട്ട് എടുക്കുക. കുക്കർ എടുത്തിട്ട് അതിൽ ഞാൻ സാധാരണ ചിലർ ഉപ്പിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. പക്ഷേ ഞാനിവിടെ ഉപ്പൊന്നല്ല കേട്ടോ ഇടുന്നത്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ സ്റ്റാൻഡ് ഉണ്ടാവുമല്ലോ, നമ്മൾ പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ള സ്റ്റാൻഡ്, അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പാത്രം അതിലോട്ട് ഇറക്കി വെക്കുക കേട്ടോ. ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വിസിലൊന്നും വെക്കരുത്. വിസിൽ വെക്കാതെ വേണം ഇത് മൂടി വെക്കാനായിട്ട്. എന്നിട്ട് ഇതൊരു 30 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതിയാവും കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്, കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ്സ് വെച്ചാൽ നമ്മുടെ കേക്ക് സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന് കൂടുതൽ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്കിതിൻ്റെ മേലെ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് പല ഡെക്കറേഷൻസും ചെയ്യാം. ഞാൻ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇത് റെഡിയാവോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. ആ ഒരു നേരം കൊണ്ട് നമുക്ക് ബാക്കി വന്ന ആ ഒരു മിക്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് വയറ്റിലാക്കാമല്ലോ. എന്നിട്ട് ഞാനിവിടെ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തുറന്ന് നോക്കി എന്താവും ഏതാവും എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് കുത്തി നോക്കാം കേട്ടോ. ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ സെറ്റായി എന്നർത്ഥം. അപ്പോൾ ഇതാണ് കേട്ടോ അത്. എന്നിട്ട് ഞാൻ കമിഴ്ത്തി വെച്ച് നമുക്ക് പ്ലേറ്റിലേക്ക് തട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും പെർഫെക്റ്റായി കിട്ടുന്ന ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സ്പോഞ്ചി ആയിട്ടും ഉണ്ടായിരുന്നേ. അപ്പോൾ ഇനി ബിസ്ക്കറ്റൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കണ്ട. അങ്ങനെ ഞാൻ എൻ്റെ ചക്കരയും കൊണ്ടൊന്ന് മുറിപ്പിച്ച് നോക്കുകയാണ് കേട്ടോ. അവൻ സാധാരണ കേക്കും കാര്യങ്ങളും ഒന്നും കഴിക്കാറില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ കേക്ക് അവൻ എന്തായാലും കഴിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ അവൻ കഴിച്ചപ്പോൾ. അപ്പം ഞാൻ കൊടുത്തപ്പോഴൊന്നും അല്ല കേട്ടോ കഴിച്ചത്, അത് വേറെ കാര്യം. അച്ഛൻ കൊടുത്തപ്പോൾ അവൻ ഏതായാലും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂർ കൊണ്ടൊക്കെ നമുക്കൊരു കേക്ക് ഞാൻ പുതിയായി കഴിഞ്ഞാലേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കേട്ടോ. ബിസ്ക്കറ്റ് കൊണ്ട് വാങ്ങിച്ചാൽ പോരെ, ഒരു 30 രൂപ മുടക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ കണ്ട നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല കേട്ടോ ശരിയാവുന്നൊന്നും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ, സീ യു.